എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ നാടൻ കോഴികളും അവരുടെ കുഞ്ഞുങ്ങളെയും പറ്റിയാണ്. നാടൻ കോഴികളെ അടയിരുത്തി കരിങ്കോഴിയുടെ മുട്ട വെച്ച് ഞാൻ വിരിയിച്ചെടുത്തു. ഇതിൽ 6 വേറെ ഒരാളും കൂടെ ഉണ്ട്. അയാൾ 5 മുട്ടയും കൂടെ ഉണ്ട്. 1-2 ചീത്തയായി പോയി. ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൊണ്ടായിരിക്കണം. പിന്നെ അമ്മ നോക്കുന്ന പോലെ ഒരിക്കലും ആര് നോക്കിയാലും ആകുകയല്ല. അതുകൊണ്ട് ഞാനിതിൽ അറക്കപ്പൊടി ഇട്ട് അതിൻ്റെ അകത്ത് തീറ്റയും വെച്ച് കൊടുത്തിരിക്കുകയാണ്. തള്ളക്കോഴിക്ക് ഒത്തിരി വലിയ ചോളമൊന്നും കൊടുക്കത്തില്ല. അഥവാ കുഞ്ഞുങ്ങളതെടുത്ത് കഴിച്ചാലോ എന്ന് പേടിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഞാൻ ഇതിൽ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. അതിന് വിശപ്പുണ്ടെങ്കിൽ അതിന് കഴിക്കാം. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഞാൻ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കുന്നത്. എല്ലാം കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ആഴ്ച ആകാറായി. സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ തീറ്റയും പിന്നെ തവിടും ഇലകളും, വാഴയുടെ കിളുന്ത ഇലകളും കൊഴുപ്പൻ ചീരയുടെ ചെറിയ ഇലകൾ എല്ലാം മിക്സ് ചെയ്ത് മറ്റവർക്ക് ചെയ്യുന്ന പോലെ. പക്ഷേ അതിൽ വലിയവരുടെ തീറ്റ മാത്രമേ ഇല്ലെന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ തള്ള എല്ലാം കാണിച്ചു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യുകയാണ്. കണ്ടോ, നല്ലപോലെ കഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇൻക്യുബേറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്ത് അതിൽ നമ്മൾ അതിനെ വിരിച്ചെടുക്കണം. മുഴുവൻ നേരവും നമ്മുടെ നോട്ടവും വേണം. കൂടാതെ കറണ്ട് ഇല്ലാത്ത സമയങ്ങൾ വരുന്നുണ്ട്. കാരണം മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സമയങ്ങളിൽ അത് ഓഫാകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബ്രൂഡറും ഇൻക്യുബേറ്ററൊന്നും, ഇൻവേർട്ടറുണ്ട്, എന്നാലും ചില സമയത്തത് ഒത്തിരി നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓഫായി പോകും. അതുകൊണ്ട് അതിൻ്റെ കോഴികളെ കൊണ്ട് തന്നെ അടയിരുത്തിയിട്ട് അവർ പരിചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറക്റ്റായിട്ടുള്ള ചൂടും എല്ലാ കാര്യങ്ങളും, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ അതിൽ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരോട് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് കണ്ട വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളവും തീറ്റയും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അറക്കപ്പൊടിയും ഉണ്ട്. അപ്പം തണുപ്പൊന്നും അടിക്കത്തില്ല. ഇപ്പുറത്തെ സൈഡ് ഞാൻ ഒരു തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുകയാണ്, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയാണ്, നമുക്ക് തണുക്കുന്നു, പിന്നെയാണ് ഇവർക്ക്. അപ്പം ഞാൻ അപ്പുറത്തോട്ട് പോയാൽ അവർ ഇപ്പുറത്തോട്ട് വരും എന്നുള്ളത് പക്ക. നോക്കട്ടെ. ഇവരാണ് 6 കോഴികൾ. കണ്ടോ, തീറ്റയൊക്കെ ഇവിടെ ഉണ്ട്. അത് കറക്റ്റായിട്ട് തീരുന്നതിനനുസരിച്ച് വീണും. ഇതിൽ വെള്ളമുണ്ട്. അതിൽ തള്ളക്കോഴിക്കുള്ള തീറ്റ ഇതാണ്ട. അവരെല്ലാവരും പേടിച്ചപ്പുറം പോയി നിൽക്കുക. നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ ചെറിയ ഒരു സ്ഥലത്തിൽ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. ഇനി അടുത്ത ആളെ കാണിച്ചു തരാം. എന്താണ് എന്തിയെ വാവകൾ, എന്തിയെ കുഞ്ഞുങ്ങൾ, എന്തിയെ അടിയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണോ? ആണോ? ഞാനൊന്ന് കാണട്ടെ, എല്ലാവരെയും കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് എഴുന്നേര് മക്കള്. എഴുന്നേറ്റേ. അനങ്ങുന്നില്ല, ഉണ്ടോ? ഞാൻ അപ്പുറം കൂടെ ഒന്ന് നോക്കട്ടെ. ഇതാണ് അമ്മയും കുഞ്ഞുങ്ങളും. തീറ്റയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളവും ഉണ്ട്. അധികം വെള്ളം വെച്ചിട്ടില്ല, ചിലപ്പം അതിൻ്റെ അകത്ത് ചാടിയാലോ എന്ന് പേടിച്ച്.
അവരെല്ലാവരും എന്താ അവിടെ പോയി നിൽക്കുക. എന്താ കുഞ്ഞുങ്ങളുണ്ട്, അത് നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അവിടെ ഒളിച്ച് നിന്ന് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എൻ്റെ ബാക്കിലെ തല കാണാം. മാറമ്മ ഇല്ലേ, എഴുന്നേറ്റേ. അവിടെ ഒളിച്ചിരിക്കുക. എഴുന്നേറ്റടി, നോക്കട്ടെ. ഇതാണ്ട, ഇതാ അവിടെ ഉണ്ട്, കണ്ടോ കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. പേടിച്ച് അടിയിലോട്ട് ഇരുത്തിയിരിക്കുക. ഒരു 5 പേരുണ്ട്, കരിങ്കോഴികളാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ കോഴി അടയിരിക്കുന്നതാണ്. കരിങ്കോഴി അടയിരിക്കുന്നതായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടായിരുന്നു അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചത് കണ്ടു. പക്ഷേ ഈ കൂടി സിസ്റ്റത്തിൽ വളരുന്നതുകൊണ്ട് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അതേസമയം കച്ചിയുള്ള റൂമിലൊക്കെ ആണെങ്കിൽ തന്നെ പോയി മുട്ടയിട്ട് അവസാനം 8ഉം 10ഉം മുട്ടയായി കഴിയുമ്പോൾ അതുങ്ങൾ തന്നെ അതിലങ്ങ് അടയിരിക്കും. പക്ഷേ നമ്മൾ ഇൻക്യുബേറ്ററിലായിരുന്നു മുട്ട വിരിയിച്ചുകൊണ്ടിരുന്ന. 50 മുട്ട വെച്ചാൽ കഷ്ടിച്ച് 30 മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. അത് കറണ്ട് ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പം ബ്രൂഡർ സെറ്റ് ചെയ്ത് ബ്രൂഡറിലാണ് അവർ എത്ര ഒരു 2 ആഴ്ചയെങ്കിലും ബ്രൂഡറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ചൂടും കൊടുത്ത് അതിനെ ഒന്ന് നന്നാക്കിയിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം മഴക്കാലവുമാണ്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങ് മാറ്, നോക്കട്ടെ. ഹലോ, മാറ്. വേണ്ട, അടിയിലിരിക്കുന്നു ഉണ്ട് അവിടെ, പക്ഷേ ആൾ മാറുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആഹാരമൊക്കെ കൊടുത്ത് അതിനെ കൊണ്ട് ട്രെയിൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. എന്തുകൊണ്ടും നാടൻ കോഴികൾ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ലാഭകരവും. നമുക്ക് അല്ലെങ്കിൽ കറണ്ട് ചാർജൊക്കെ വരുമ്പോൾ ഇതിന് കറണ്ട് ചാർജൊന്നും പ്രശ്നമേ അല്ല. അതേസമയം മറ്റേത് ഒത്തിരി കറണ്ട് ചാർജ് എടുക്കുകയും ചെയ്യും. ബൾബ് നമ്മൾ കത്തിച്ച് അത് ആ സിസ്റ്റവും അതെല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി പൈസ. മുമ്പ് ഞാൻ ചെയ്യുമ്പം എനിക്ക് 2000 ബില്ലാകുന്നിടത്ത് 2700 ബില്ലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇവരെ വളർത്തിയെടുത്ത് ഇവരെ ഇരിക്കുന്നതാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലതെനിക്ക് തോന്നി, ലാഭകരവും. നമ്മൾ ചെയ്യുമ്പം ഫുഡൊക്കെ ഭയങ്കര വില കൂടുതലാണ്. മീൻസ് സ്റ്റാർട്ടറൊക്കെ നമ്മൾ കൊടുക്കണം തീർച്ചയാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ കൊഴുപ്പൻ ചീരയുണ്ട്, എന്തുവാ നമ്മുടെ ചീര ചുമന്ന ചീര, പച്ചച്ചീര, പിന്നെ മുരിങ്ങ ഇല, വാഴയുടെ ഇല, വാഴപ്പിണ്ടി, പിന്നെ നമ്മുടെ തുളസി ഇല, ഞവര ഇല, എല്ലാം ആടലോടകം, ഇതെല്ലാം വളർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ കോഴികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുങ്ങൾ ഡെയിലി ഫുഡിൽ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഇച്ചിരി കാൽസ്യം പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ മുട്ടത്തോടി ചിലപ്പം ഉണങ്ങിയ മുട്ടത്തോടുണ്ടെങ്കിൽ നല്ലപോലെ ചെറുതാക്കി പൊടിച്ചെടുത്ത് അതൊക്കെ അതിൻ്റെ അകത്തിട്ട് നല്ലൊരു ഫുഡാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇതുങ്ങൾ വലുതാകുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഭാവിയിലെ ഉദ്ദേശം എന്ന് പറയുന്ന എനിക്കിപ്പം കുറേ കോഴികളുണ്ട്. ഇത് അടയിരുന്ന കോഴികളാണ്. ഇപ്പം വേറെ സെറ്റുകൾ റെഡിയായി വരുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വിരിയിച്ച കരിങ്കോഴികളാണ്. ഇത് ഒരു 10 ഉണ്ടായിരുന്നു, 2 പേര് ചത്തുപോയി. പക്ഷേ എങ്കിലും നന്നായിട്ട് ഫുഡെടുത്ത് റെഡിയായി വരുന്നുണ്ട്. ഇത് ഞാൻ മുട്ട വിരിയിച്ചെടുത്തതാണ്. ഇപ്പം ഞാൻ കാണിച്ച അമ്മക്കോഴിയുടെ മക്കളാണ് ഇവർ 2 പേരും. അവരും റെഡിയായി വരുന്നുണ്ട്. ഇത് പൂവനാണോ പെടയാണോ എന്നറിയില്ല. പിന്നെ അതിനകത്തും കരിങ്കോഴികളുണ്ട്. അടുത്ത ട്രിപ്പ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇരിക്കുന്ന ആ വെള്ളയും കറുപ്പുമായിട്ടുള്ള കോഴിക്ക് 13 മുട്ട വെച്ചിട്ട് അതിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണിത്. നാടൻ കോഴികൾ ഏകദേശം 10-15 എണ്ണം ഇതിനകത്തുണ്ട്. അവരെല്ലാം വലുതായി വരണം. കണ്ടോ,
നല്ല ക്ലീനായിട്ടാണ്. ഇപ്പോഴും മഴക്കാലമാണ്, നമ്മൾ ക്ലീനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ അസുഖം വരും അതുങ്ങൾക്ക്. അതുകൊണ്ട് വേണ്ട, ഇതിൽ തന്നെ ഒരു 10-20 എണ്ണം കോഴികളുണ്ട്. കരിങ്കോഴിയും ഉണ്ട് അതിനകത്ത്, കണ്ടോ. ഭയങ്കര സ്മാർട്ടാണ്, എന്നെ കൊത്തലൊക്കെയാ പരിപാടി, കണ്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. നാടൻ കോഴികൾ, അടയിരിക്കുന്ന കോഴികളാണ്. ഇതുങ്ങളെ ഒരു 10 കോഴികളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ മാസവും 10-15 പേരുണ്ടെങ്കിൽ എല്ലാ മാസവും 5 പേരെങ്കിലും ഈ കരിങ്കോഴിയുടെ മുട്ട നമുക്ക് വിരിയിക്കാൻ പറ്റും. ശരിക്കും ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കറണ്ടിൽ നമുക്കിതെല്ലാം വിരിയിച്ചെടുക്കുകയാണെങ്കിൽ അതെല്ലാം നഷ്ടമാണ്. എന്നുവെച്ചാൽ ലാഭമൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ മുട്ടയെന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് മുട്ട ഞാൻ താഴെ കൊണ്ടുപോയായിരുന്നു. ഞാൻ കരിങ്കോഴിയുടെ മുട്ടയാണിത്. ഈ കുഞ്ഞുമുട്ട മറ്റേ നാടൻ കോഴിയുടെ മുട്ടയാണ്. ഞാനതെല്ലാം സെപ്പറേറ്റ് വെക്കുകയാണ് അടുത്ത പ്രാവശ്യം അട വയ്ക്കാനായിട്ട്. ഇതെല്ലാം കരിങ്കോഴിയുടെ മുട്ടകളാണ്, ഇതെല്ലാം കരിങ്കോഴിയുടെ മുട്ടകളാണ്. പിന്നെ അല്ലാത്ത 3 കോഴികളും നമുക്കുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം കരിങ്കോഴികളാണ്. ഇത് നമ്മുടെ നാടൻ കോഴിയുടെ പൂവനും പെടയും. അപ്പുറത്തും ഒരു ജോഡി നിപ്പുണ്ട്. ഇത് നമ്മുടെ നാടൻ കോഴിയാണ്. ഇത് കൈരളിക്കോഴി 3 എണ്ണം. പിന്നെ എനിക്ക് കാടക്കോഴികളുണ്ട്. ഞാൻ കഴിക്കുന്നത് കാടമുട്ടയാണ്. ഒരു ദിവസം 3 കാടമുട്ടയോളം കഴിക്കും. അത് ഇതാണ്ട കാടയെന്ന് പറയുന്നത്. ഇത് ബ്രൗൺ കളറിലെ കാടയുണ്ട്. പിന്നെ വെള്ളക്കാടയുണ്ട്. വെള്ളക്കാട മുട്ട വെച്ചു, പക്ഷേ നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല. എന്താ പ്രശ്നം എന്നുള്ളത് മനസ്സിലായില്ല. കുറച്ച് മുട്ടകൾ അങ്ങനെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കൂടെ തീറ്റ തിന്നാനായിട്ട് കുറേ പ്രാവുകളും ഉണ്ടില്ലേ, അവരും ആകാശത്തിലെ പറവകളെ നോക്കുക. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു പറഞ്ഞ് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ അവരും ഇവിടെ താഴെ കിടക്കുന്ന ഈ തീറ്റകളൊക്കെ കുത്തിത്തിന്നും, അതും വേസ്റ്റാകുന്നില്ല. പിന്നെ കുറച്ച് മുയലുകളുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകുകയുള്ളൂ. എല്ലാവരും അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.